ഓം ഗുരുവായൂരപ്പായ നമഃ. ഓം ഗുരുവായൂരപ്പായ നമഃ. ഓം ഗുരുവായൂരപ്പായ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യസ്യ സ്മരണമാത്രേണ ജന്മ സംസാരബന്ധനാത് വിമുച്യതേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ രണ്ടാം പാദമാണ് ഇന്ന് ആലപിക്കുന്നത്. ഒന്നാം പാദം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും എല്ലാവരും അത് കേൾക്കുകയും ഒക്കെ ചെയ്തെന്ന് മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷം. ഒന്നാം പാദം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി രണ്ടാം പാദത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ഈ ജപസാധന എന്നാ പറയുന്നത്. അതുപോലെ തന്നെ കേൾവി സാധന. ജപിക്കുന്നത് ഒരു സാധനയാണ്, കേൾക്കുന്നതും ഒരു സാധനയാണ്. വെറുതെ കേട്ടാൽ മതി. ജപിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരത്തിൻ്റെയും വടുവിലൂടെ കണ്ണുകൾ സഞ്ചരിച്ച് മനസ്സ് അത് അക്സെപ്റ്റ് ചെയ്ത് അത് ശബ്ദത്തിലൂടെ മുന്നോട്ട് വരണം. ശബ്ദത്തിലൂടെ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ജപിക്കുന്ന ആൾക്ക് സ്ട്രെയിൻ ഉണ്ട്. കേൾക്കുന്ന ആൾക്ക് ഇത് കേൾക്കുക കേൾക്കുന്ന ഒരു കാര്യം ചെയ്താൽ മതി. ശരിയല്ലേ? ഇതൊക്കെ മഹത് ഗുരുക്കന്മാർ പറയുന്നത് കേട്ടിട്ടാണ് നമ്മളും പറയുന്നത്. അപ്പോൾ കേൾവിജ്ഞാനത്തിൻ്റെ ഒരു ശക്തി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ പറയുന്നത് കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, ജപിക്കുന്നത് കേൾക്കൂ, സാധന ചെയ്യൂ എന്ന് പറയുന്നത്. മനസ്സിനെ ശുദ്ധമാക്കണമെങ്കിൽ കേൾക്കുകയും സാധന ചെയ്യുകയും മഹാഗുരുക്കന്മാരുടെ മുത്തുമണികൾ നമ്മൾക്ക് കേൾക്കണം. അല്ലാതെ പിന്നെ എങ്ങനെ നമുക്ക് മനസ്സിലാകുന്നത്? സത്യാനന്ദ സരസ്വതി, ഭൂമാനന്ദ തീർത്ഥ മഹാരാജ്, ഉദിത് ചൈതന്യജി, അങ്ങനെ എത്രയോ ഗുരുക്കന്മാർ നമ്മുടെ ഭാരതത്തിലുണ്ട്. അവരുടെ എല്ലാം പ്രഭാഷണങ്ങൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകും നാം ജീവിക്കുന്നത് ശരിക്കും അന്ധതയിലാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മനസ്സിലാക്കിക്കൊണ്ടല്ല. ക്ഷേത്രത്തിൽ പോയി തൊഴുതു, ഭഗവാനെ കണ്ടു, ഞാൻ ഭഗവാനെ കണ്ടു, ആ വിഗ്രഹത്തെ തൊഴുത് തീർന്നാൽ അവിടം കൊണ്ട് ഭക്തിയായി എന്ന് വിചാരിക്കണ്ടായിരുന്നു. ഭക്തി ജ്ഞാനമാണ്, അറിവാണ്. അറിവ് തൊട്ടേ ഭക്തിയുടെ ഒരു ആരംഭം തന്നെ കുറിക്കുന്നുള്ളൂ. അപ്പോൾ ജ്ഞാനമുണ്ടാകണമെങ്കിൽ, അറിവുണ്ടാകണമെങ്കിൽ താൻ ഒരു അനന്തമായ ബോധത്തിലാണ് നിൽക്കുന്നുള്ള ഈ അറിവ്, തിരിച്ചറിവ്, അതാണ് വിശേഷജ്ഞാനം. അനന്തമായ ബോധത്തിൽ, ബോധം എന്ന് പറഞ്ഞാൽ ഭഗവാന് ബോധം എന്നാ പറയുന്നത്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് സാന്ദ്രാനന്ദ ബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമ ശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തദ്ധാവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാന. ഇത് ജനങ്ങളുടെ ഭാഗ്യമാണെന്ന്. ആ ബോധത്തെ കയ്യിൽ വെള്ളയിൽ തന്നിട്ട് പോലും അത് പരിഗ്രഹിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇവിടെ ഉണ്ട്. അതായത് വിഗ്രഹത്തിൽ നോക്കി ഭട്ടതിരിപ്പാട് പറയുമ്പോഴും അത് തന്നിൽ തന്നെയായിരിക്കുന്നെന്നുള്ള ഈ തിരിച്ചറിവാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അത് നമ്മുടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ നാരായണിയെ എടുത്ത് നമ്മൾ ഓരോന്നും എടുത്ത് പഠിക്കുകയും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് ഗ്രഹിക്കണമെങ്കിൽ മഹാജ്ഞാനികളായ ഗുരുക്കന്മാരിൽ നിന്ന് മാത്രമേ നമുക്ക് ഗ്രഹിക്കുകയുള്ളൂ. അവരത് പറഞ്ഞു തരണം. അല്ലാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. ഏത് കാര്യം ഗ്രഹിക്കണമെങ്കിലും ഗുരുക്കന്മാരത് പഠിച്ച് അവർ കഷ്ടപ്പെട്ട്, വെറുതെ ഒന്നും പഠിക്കാൻ പറ്റില്ല. വളരെ അതിനുവേണ്ടി മനസ്സർപ്പിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചതിന് ശേഷം അവർ ഈ ജീവിതത്തിൽ ജീവിക്കുമ്പോഴും, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും, ഈ ജീവിത സാഗരത്തിൽ നീന്തുമ്പോഴും അവർ ഒരിക്കലും തളരുന്നില്ല.
തളരാത്തൊരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് പ്രാപ്തിയായെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരൊരുപാട് നിഷ്ഠകളും അനുഷ്ഠാനങ്ങളും ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ജപിക്കണം. അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെ വാക്കുകൾ കേൾക്കണം.